തിന്നാനുണ്ടാക്കി. ചിക്കൻ നന്നായ കൊണ്ട് ഹായ് ഗായ്സ്, ഇന്നത്തെ സ്പെഷ്യൽ എന്തായിരുന്നു? മട്ടൻ പുലാവാണ് ഇന്നത്തെ ഉണ്ടാക്കുന്നത്. കുക്കർ മാസ്റ്റർ ഞങ്ങൾ മാറ്റിയില്ല. ഞങ്ങൾ ചിക്കൻ നന്നായ കൊണ്ട് ഇത് നന്നാന്നുള്ള ഒരു പ്രതീക്ഷയിൽ വീണ്ടും ഒരു അവസരം കൂടി കൊടുക്കുകയാണ്. പാവല്ലേ. പുലാവിലേക്ക് വേണ്ടിയ ഏറ്റവും എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയ സാധനങ്ങളാണ് ഈ വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. അതിൽ മെയിനായിട്ടുള്ള സാധനം ഒന്ന് സവാള, പിന്നെ ടൊമാറ്റോ, പിന്നെ മല്ലിച്ചപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട്. പിന്നെ ഇത് മുളക്, ഇതെന്തെങ്കിലും ഇത് പൊട്ടറ്റോ ഒക്കെ ഇങ്ങനെ കേട്ടോ കട്ട് ചെയ്യേണ്ടി. ഈ ഒരു സാധനം ഇങ്ങനെ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാം. ഇതിൽ വേറെ സാധനം ഇതിൽ മെയിനായിരുന്നു വെള്ളക്കടല. അത് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ അത് എൻ്റെ സ്പെഷ്യലാണ്. ഞാനാണ് ഈ പുലാവിനെ കുറിച്ചൊക്കെ പറഞ്ഞെടുത്തോ, ഒന്നും അറിയില്ലേയും. ഷെഫ് ഞങ്ങൾക്ക് ബോധിച്ചു, അതുകൊണ്ടാട്ടോ ഷെഫിന് പിന്നെയും പണി കൊടുക്കുന്നത്. ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന് ഒഴിച്ചെടുക്കുക. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് വലിയ ജീരകം, അതേപോലെ തന്നെ ഗ്രാമ്പൂ, പട്ട, പിന്നെ ഏലക്കായ അതൊക്കെ ഇട്ടുകൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ആദ്യം നമ്മൾ ചതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ലാസ്റ്റ് അതിലേക്ക് ഇട്ടുകൊടുക്കുക. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇതൊക്കെ ഒന്ന് ഇട്ടതിന് ശേഷം കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മുളക്. അപ്പോൾ അത് ആവശ്യത്തിനുള്ള മുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഓരോരുത്തർ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് അതിൽ സവാള ഫസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കുറച്ചിനി ഒന്ന് ഒക്കെ ചെയ്യണം. വാടിയിട്ടൊക്കെ മാത്രം നമുക്ക് ബാക്കി വെജിറ്റബിൾസൊക്കെ അതിലേക്ക് ഇടേണ്ട ആവശ്യമുള്ളൂ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കുക. ഉപ്പ് നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താൽ മതി. ഫസ്റ്റിൽ കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഉള്ളി ഒന്ന് വാടിയിട്ട് സെറ്റായി വരുന്നവരെ നമുക്കിതൊന്ന് അടിച്ചു വെക്കാം. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും അതേപോലെ ടൊമാറ്റോയോട് മിക്സ് ചെയ്താണിത്. അത് രണ്ടും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി വാടി വരുന്നവരെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നേരത്തെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ അതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം. മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതാണ്. ഇത് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് അറബി മസാല ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലൊരു പച്ചമല്ലിൻ്റെ കുറവുണ്ട്, അത് നമ്മൾ ഇട്ടില്ല. ഇരുന്നു അത് നമ്മൾ എന്ത് ചെയ്തില്ല, മല്ലിപ്പൊടിയാണ് അതിന് വന്ന്. മട്ടനിലേക്ക് ഇടാനായില്ല, നമ്മൾ കൈയിലൊക്കെ വെച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റാണ് മട്ടനിൽ ഇട്ട് കൊടുക്കേണ്ടത്. വേവിച്ച മട്ടൻ നമുക്ക് വേവിക്കാൻ സ്പോട്ടിൽ ആൾക്കാരല്ല. ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് മട്ടൻ പുലാവ്. ഞങ്ങളല്ല, ഉപ്പ ഫസ്റ്റ് ടൈമാണ് ഇത് ഇവിടെ നിന്ന് ട്രൈ ചെയ്യുന്നത്. പക്ഷെ ഉപ്പ കുറേ കഴിച്ചത് ഗൾഫിന്ന് അല്ലേ അമ്മ? ഈ മട്ടൻ വേവിച്ച വെള്ളം അതിലേക്ക് ഒഴിക്കണം. ഏതതിൻ്റെ വെള്ളം? ഉപ്പൻ്റെതായതുകൊണ്ട് ഉപ്പ വന്നാലേ തൊടാൻ പറ്റും. ഉപ്പക്ക് എന്ന് വെച്ചാൽ നാട്ടിൽ വരുമ്പോൾ നല്ലോണം ഫുഡ് ഉണ്ടാക്കി തരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഉപ്പക്ക് ഒന്നാമത് ഫുഡ് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ തിന്നതിനേക്കാളും ഇഷ്ടം എൻ്റെ തിന്നതിന് ഇഷ്ടമല്ല കേട്ടോ, പക്ഷേ ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അടി പിടിക്കാണ്ട് നോക്കണമെങ്കിൽ നല്ലോണം ഇളക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ അടി പിടിക്കാണ്ടിരിക്കൂ. നിങ്ങളിതൊക്കെയായിരുന്നോ പഠിച്ചത്? സ്വല്പം ഇതൊക്കെ ഓരോരോ അവസ്ഥ വന്നപ്പം പഠിച്ചതന്നെ. പ്രവാസി ജീവിതത്തിൽ പഠിച്ചതാ. ഒറ്റക്ക് ഉണ്ടാക്കി തിന്നാൻ തീരുമല്ലേ? അങ്ങനെ പഠിച്ച് അങ്ങനെ ഓരോന്നോരോന്ന് പിന്നെ അതിനോട് താല്പര്യമായി. അങ്ങനെ ഓരോന്നോരോന്ന് കണ്ടും നോക്കിയും ചെയ്തു നോക്കിയും ഇവിടെ വന്ന് ഞങ്ങൾക്ക് തിന്നാനുണ്ടാക്കി തരും. ഇതിനൊക്കെ വേണ്ടത് നമുക്ക് ആദ്യം ഇൻട്രസ്റ്റ് ഉണ്ടാകണം. അതെ, മണിക്കൂർ അരി വെള്ളത്തിൽ പൂത്തിടുക. എന്നിട്ട് അതിന് ശേഷം ഒരു 1.5 ഗ്ലാസ് ഒരു പാട്ടക്ക് 1.5 ഗ്ലാസ് വേണം. കൂടി വെച്ചാൽ അതിനിപ്പോൾ കുറച്ച് കഴിയണം പോകണമെങ്കിലൊക്കെ. ഇതാണ് അവസ്ഥ. എല്ലാം പറഞ്ഞിട്ട് അതിന്റെ റെസിപ്പി പോയില്ലേ? അതിനൊക്കെ വയ്യൊക്കെ എടുക്കുക. അതന്നെ അതൊക്കെ വേണമെങ്കിൽ പറഞ്ഞു.
അങ്ങനെ അരി ഇട്ടുകൊണ്ട് അങ്ങനെ ഇട്ട് കഴിഞ്ഞു. എന്തൊരു സ്വഭാവം വിളിക്കണ്ടേ. അല്ല അരി ഇട്ടുക പറഞ്ഞാല് പിന്നെ ആൾക്കാർ കണ്ടാ പറഞ്ഞാൽ മനസ്സിലാവില്ല. മനസ്സിലാവുന്നാലും എന്നെ പോലെ ഒരു തിരുവാടും ഇല്ലാത്തല്ലേ. ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. കണ്ടിടിക്ക് തികയില്ല എന്നൊക്കെ തോന്നുന്നു. മട്ടൻ പുലാവ് എന്ത് ചെയ്യാ, ഒരു തിള ചെറുങ്ങനെ വരുമ്പോൾ നന്നായി മൂടി വെച്ചിട്ട് തീ കൊടുക്കും. ഇതാരാ പുതിയ ആളാ അവിടുത്തെ? നമ്മളെ ന്യൂ മെമ്പർ ഐഷ നുസ്ല. സാധനം സെറ്റ്. ഇതാണ് മട്ടൻ പുലാവ്. മട്ടൻ പുലാവ്, സാലഡ്, മട്ടൻ പുലാവ്, മട്ടൻ പുലാവു, സാലഡ്, പിന്നെ ടൊമാറ്റോ സോസ്. ഫുഡ് സൂപ്പറാ. മട്ടൺ ആണെങ്കിൽ എടുത്ത് പറയാൻ ആണോ? നമ്പർ എന്തെങ്കിലും നിങ്ങൾ എന്നാലും പറയില്ല, ഉള്ളോൺ പറയണല്ലോ നൈസ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.